വിവരസഞ്ചയം ഒരാമുഖം എന്ന അധ്യായത്തിലെ ലിബ്രിയോഫീസ് ബേസ് ഉപയോഗിച്ച് എങ്ങനെ ഡാറ്റാബേസിൽ പട്ടികകൾ തയ്യാറാക്കുകയും അതിലേക്ക് വിവരങ്ങൾ ചേർക്കുകയും ചെയ്യാം എന്നതാണ് നാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. തുടർന്ന് നാം തയ്യാറാക്കിയ പട്ടികകളെ അടിസ്ഥാനമാക്കി എങ്ങനെ ക്വറികൾ തയ്യാറാക്കാം, അതുപോലെ എങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കാം, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് റിപ്പോർട്ട് അതുപോലെ ക്വറി ഇവ തയ്യാറാക്കുക എന്നത് നമുക്ക് നോക്കാം. നേരത്തെ നാം സേവ് ചെയ്തു വെച്ച ഡാറ്റാബേസ് ഫയൽ തുറക്കും. ഇവിടെ നാം തയ്യാറാക്കിയ ഫോം ബുക്ക് ഡീറ്റെയിൽസ് എന്ന ഫോം എന്ന പേരിൽ ഇവിടെ നമുക്ക് ദൃശ്യമാകും. ഈ ഫോമിലൂടെ നാം നൽകിയ വിവരങ്ങൾ ബുക്ക് ഡീറ്റെയിൽസ് എന്ന ടേബിളിലുണ്ടാകും. അതുപോലെ ഈ ടേബിൾ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് ക്വറികളും റിപ്പോർട്ടുകളും തയ്യാറാക്കുക എന്നാണ് നാം ഈ ഭാഗത്ത് പരിശോധിക്കുന്നത്. ഡാറ്റാബേസുമായി സംവദിക്കുന്നത്, ഡാറ്റാബേസിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ ചില നിബന്ധനകൾക്ക് വിധേയമായി എടുക്കുന്നതിന്, കൂട്ടിച്ചേർക്കുന്നതിന്, അതുപോലെ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഒക്കെ നമുക്ക് ക്വറി ഉപയോഗിച്ചാണ് ചെയ്യാൻ സാധിക്കുക. ക്വറി നിർമ്മിക്കുന്നതിനായി യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്ന ഓപ്ഷൻ ടാസ്ക് പാനലിൽ നിന്നും തിരഞ്ഞെടുക്കാം. തുറന്നു വരുന്ന ജാലകത്തിൽ ഇവിടെ ലഭ്യമായിരിക്കുന്ന ക്വറികളും റിപ്പോർട്ടുകളുമാണ് ദൃശ്യമാക്കുക. ബുക്ക് ഡീറ്റെയിൽസ് എന്ന ടേബിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം ക്വറി തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ബുക്ക് ഡീറ്റെയിൽസ് എന്ന ടേബിളാണ് കോംബോ ബോക്സിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. നാം തയ്യാറാക്കുന്ന ക്വറിയിൽ ഏതൊക്കെ ഫീൽഡുകളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതാണ് അടുത്ത ഭാഗം. നാം തയ്യാറാക്കുന്ന ക്വറി എന്തെങ്കിലും ഒരു നിബന്ധന വെച്ചുകൊണ്ടുള്ളതായിരിക്കാം. ആ നിബന്ധന ഒരുപക്ഷെ ലൈബ്രറിയിലുള്ള 100 രൂപയിൽ കൂടുതൽ വിലയുള്ള പുസ്തകങ്ങളുടെ പട്ടിക, അല്ലെങ്കിൽ 150 രൂപയിൽ കൂടുതൽ വിലയുള്ള പുസ്തകങ്ങളുടെ പട്ടിക, 1/1/2000 മുമ്പ് സ്റ്റോക്ക് രജിസ്റ്ററിൽ വന്നിരിക്കുന്ന ഡാറ്റാബേസിലേക്ക് ചേർത്തിരിക്കുന്ന പുസ്തകങ്ങളുടെ വിവരങ്ങൾ, അല്ലെങ്കിൽ MT വാസുദേവൻ നായരുടെ ഏതൊക്കെ പുസ്തകങ്ങൾ ഡാറ്റാബേസിലുണ്ട്, ഇത്തരത്തിലൊക്കെയുള്ള വിവരങ്ങളായിരിക്കാം നമുക്ക് ശേഖരിക്കേണ്ടി വരിക. അതിനാവശ്യമായ ക്വറിയാണ് നാം തയ്യാറാക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ടിൽ പുസ്തകത്തിന്റെ നമ്പർ, പുസ്തകത്തിന്റെ പേര്, ഓഥർ, അതുപോലെ പ്രൈസ്, നാം 150 രൂപയിൽ കൂടുതൽ വിലയുള്ള എത്ര പുസ്തകങ്ങളുണ്ട്, ഏതൊക്കെ പുസ്തകങ്ങളുണ്ട് എന്നൊരു ക്വറിയാണ് തയ്യാറാക്കുന്നതെന്ന് കരുതുക. ഇതിനായി ഇത്രയും ഫീൽഡുകളാണ്, ക്വറിയിലുള്ള ടേബിളിലുള്ള മുഴുവൻ ഫീൽഡുകളും നാം ഉൾപ്പെടുത്തേണ്ടതില്ല. പകരം ക്വറിയിൽ ആവശ്യമായി വരേണ്ട ഫീൽഡുകൾ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയാകും. ഈ രീതിയിൽ 4 ഫീൽഡുകളാണ് നാം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഫീൽഡ് ഉൾപ്പെടുത്തുന്ന ക്വറിയുടെ പേര് വന്നിരിക്കുന്നു നോക്കുക. ബുക്ക് ഡീറ്റെയിൽസ് ബുക്ക് നമ്പർ എന്നതാണ്. ഇതിൽ ബുക്ക് ഡീറ്റെയിൽസ് എന്നുള്ളത് ഈ ക്വറി തയ്യാറാക്കുന്ന ഈ ഫീൽഡ് ഉൾപ്പെട്ടിരിക്കുന്ന ടേബിളിന്റെ പേരാണ്. ഇപ്പോൾ ബുക്ക് ഡീറ്റെയിൽസ് എന്ന ടേബിളിലുള്ള 4 ഫീൽഡുകളാണ് നാം ഈ ക്വറിയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്വറിയുടെ റിപ്പോർട്ട് അല്ലെ ക്വറി തുറന്നു വരുമ്പോൾ ഏതെങ്കിലും ഫീൽഡിനെ അടിസ്ഥാനമാക്കി സോർട്ട് ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ബുക്ക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്തു വരുന്ന രൂപത്തിൽ നാം സെലക്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് ബട്ടൺ അടിക്കുമ്പോൾ മാച്ച് ദ ഫോളോയിങ്, ഇതാണ് ക്വറി നൽകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജാലകം. ഇവിടെ നമുക്ക് ആവശ്യമായ കണ്ടീഷൻ കൊടുക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ നാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് പുസ്തകവില
150 കൂടുതൽ, ഗ്രേറ്റർ ദാൻ 150. ഇതാണ് നമ്മുടെ ക്വറി. 150 രൂപയിൽ കൂടുതൽ വിലയുള്ള പുസ്തകങ്ങളുടെ പട്ടിക കണ്ടെത്തുന്നതിനുള്ള ഒരു ക്വറിയാണ് ഡാറ്റാബേസിനോട് ചോദിക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നാം കൊടുക്കുന്ന ബുക്ക് ഡീറ്റെയിൽസ് ഡോട്ട് പ്രൈസ് വില ഈസ് ഗ്രേറ്റർ ദാൻ 150, വാല്യൂ 150. ഈ രീതിയിൽ വില നൽകിയതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഡീറ്റെയിൽസ് ഓർ സമ്മറി ക്വറി എന്ന് കാണാം. ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ ക്വറി പ്രദർശിപ്പിക്കുന്ന ലിസ്റ്റിൽ ഈ ഫീൽഡുകൾ ഏത് പേരിലാണ് വരേണ്ടത് എന്ന് കാണിക്കുന്നതാണ്. തൽക്കാലം നമ്മൾ ഇത് മാറ്റുന്നില്ല. ഇപ്പോൾ ബുക്ക് നെയിം എന്നതിന് പകരം നെയിം ഓഫ് ബുക്ക് എന്ന് വിശദമായി വേണമെങ്കിൽ ഇവിടെ നമുക്ക് നൽകിയാൽ ആ പേരിലായിരിക്കും ക്വറിയിൽ അത് പ്രത്യക്ഷപ്പെടുക. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഏത് പേരിലാണ് ക്വറി സേവ് ചെയ്യേണ്ടത്? ക്വറി ബുക്ക് ഡീറ്റെയിൽസ് എന്നതിന് പകരം നമുക്ക് ഇവിടെ കുറച്ചുകൂടി അനുയോജ്യമായ പേര് ഗ്രേറ്റർ ദാൻ 150, ക്വറി ബുക്സ് ഗ്രേറ്റർ ദാൻ 150 എന്നൊരു പേര് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. ക്വറിയുടെ പേര് വായിച്ചാൽ, നിരവധി ക്വറികൾ നിർമ്മിക്കുമ്പോൾ ക്വറിയുടെ പേര് വായിച്ചാൽ തന്നെ ആ ക്വറി എന്തിനുള്ളതാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഉചിതമായ പേര് നൽകുന്നതായിരിക്കും നല്ലത്. തുടർന്ന് നെക്സ്റ്റ് ഫിനിഷ് ബട്ടൺ അമർത്തുക. അപ്പോൾ നാം തയ്യാറാക്കിയ ക്വറി ബുക്സ് ഗ്രേറ്റർ ദാൻ 150 എന്നത് വർക്ക് ഏരിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഇത് തുറന്നു നോക്കിയാൽ 150 രൂപയിൽ കൂടുതൽ വിലയുള്ള 2 പുസ്തകങ്ങളാണ് നാം നൽകിയ നാം തയ്യാറാക്കിയ പട്ടികയിലുള്ളത് എന്ന് കാണാം. അത് തന്നെ 300, 250 എന്ന് സോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത് കാണാം. ഇതാണ് ക്വറി തയ്യാറാക്കുന്ന രീതി. ഇനി എങ്ങനെയാണ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് നോക്കാം. ഒരു ഡാറ്റാബേസിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ പട്ടികയെ അടിസ്ഥാനമാക്കിയോ ക്വറിയെ അടിസ്ഥാനമാക്കിയോ ഒക്കെ നമുക്ക് വിശദമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ട സന്ദർഭങ്ങൾ നിരവധിയായിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ പ്രയോജനപ്പെടുത്താനാണ് ഈ റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിനായി റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. യൂസ് വിസാർഡ് ടാസ്ക് പാനലിൽ നിന്നും യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രത്യക്ഷമാകുന്ന ജാലകത്തിൽ സ്റ്റെപ്പുകൾ കാണാം. അതുപോലെ ഏത് ക്വറിയെ അല്ലെങ്കിൽ ടേബിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ബുക്ക് ഡീറ്റെയിൽസ് എന്ന ടേബിളിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഉചിതമായ പട്ടിക തിരഞ്ഞെടുക്കുക. അതിൽ നിന്നും ഏതൊക്കെ ഫീൽഡുകളാണ് റിപ്പോർട്ടിലേക്ക് ഉൾപ്പെടുത്തേണ്ടത് എന്ന് നോക്കുക. ബുക്ക് നമ്പർ, അതുപോലെ ഓതർ, ബുക്ക് നെയിം, ഓതർ, കവർ ഇമേജ്, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്നിരിക്കട്ടെ. ഇത്രയും ഫീൽഡുകൾ നാം ഫീൽഡ് ഇൻ റിപ്പോർട്ട് എന്നതിന്റെ താഴേക്ക് ക്രമീകരിക്കുക. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ലാബലിംഗ് ഫീൽഡ് എന്നതിൽ ഇവിടെ ഏത് ലാബലിലാണ് റിപ്പോർട്ടിൽ ഈ ഫീൽഡുകൾ പ്രത്യക്ഷപ്പെടേണ്ടത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ബുക്ക് നെയിം എന്നതിന് പകരം നെയിം ഓഫ് ബുക്ക് എന്ന് കൊടുത്താൽ ആ രീതിയിലായിരിക്കും അത് പ്രത്യക്ഷപ്പെടുക. ഇങ്ങനെ ഉള്ള ആവശ്യമായ മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ വരുത്തുക. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ അമർത്തി ഗ്രൂപ്പിംഗ്, ഇവിടെ തൽക്കാലം ഗ്രൂപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. തുടർന്ന് വരുന്നത് ഇവിടെയും സോർട്ട് ചെയ്യേണ്ട ഓപ്ഷനാണ്. വേണമെങ്കിൽ ബുക്ക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യാം. തുടർന്ന് ലേഔട്ട് സെലക്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്. ലേഔട്ട് ഇവിടെ ഡിഫോൾട്ടായി ടാബുലാർ ആണ് വരുന്നത്. തൽക്കാലം ആ ലേഔട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാം. പിന്നെ ക്രിയേറ്റ് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പേര്, ഉചിതമായ പേര് നൽകി, ഇപ്പോൾ റിപ്പോർട്ട് ബുക്ക് ഡീറ്റെയിൽസ് എന്ന പേര് നൽകി നമുക്ക് ഈ പ്രവർത്തനം പൂർത്തീകരിക്കാം. തുറന്നു വരുന്ന റിപ്പോർട്ടിൽ ശ്രദ്ധിക്കുക, ചില ചിത്രങ്ങളുടെ വലുപ്പം, അതുപോലെ ഹെഡർ, ഇതൊക്കെ അത്ര ക്രമീകൃതമായിട്ടല്ല പ്രത്യക്ഷമാകുന്നത്. ഇതുകൂടി നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതിനായി തുറന്നു വന്ന റിപ്പോർട്ട് ക്ലോസ് ചെയ്യുകയും ഈ റിപ്പോർട്ടിന് മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ നൽകുക. ഇപ്പോൾ റിപ്പോർട്ട് ഡിസൈൻ വ്യൂവിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക.
ഇതിൽ കവർ ഇമേജ് എന്നതിന് താഴെ ചിത്രത്തെ രേഖപ്പെടുത്തുന്ന തലമാണത്. ഓദർ എന്നതിന് താഴെ ഈക്വൽ ടു ഓദർ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഓദർ എന്ന ഹെഡിങ്ങിന് താഴെ ഓദറിന്റെ വില ഈക്വൽ ടു ഓദർ എന്ന് കൊടുത്തിരിക്കുന്നു. വില വരാനുള്ളതാണ്. ബുക്ക് നെയിം എന്നതിന് താഴെ ബുക്കിന്റെ പേര്, ബുക്ക് നെയിം എന്നുള്ള ഹെഡറും അതിന് താഴെ ഏതൊക്കെ ബുക്കുകളാണോ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ട ആ ബുക്കുകളുടെ പേര് വരാനാണ് ഈക്വൽ ടു ബുക്ക് നെയിം എന്ന് വിശദമാക്കിയിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ കവർ ഇമേജിന് താഴെ ചിത്രം വരുന്നതിനുള്ള സ്ഥാനമാണ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സ്, റെക്ടാങ്കുലർ ബോക്സ് സെലക്ട് ആവുന്നത് കാണാം. ഇതിനെ ഒന്ന് അല്പം ക്രമീകരിച്ചാൽ ഇതിന്റെ ചിത്രം ഉൾപ്പെടുത്തുന്ന ബോക്സ് ആണതെന്ന് നമുക്ക് മനസ്സിലാകും. ഇതിൽ ഒന്ന് പതുക്കെ ഡ്രാഗ് ചെയ്ത് മുളകൾ പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഇതിന്റെ വലുപ്പം ഈ രീതിയിൽ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. ഇങ്ങനെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ തുടർന്ന് നമുക്ക് ഈ ഹെഡർ ഓരോ പേജിലും വരുന്ന ഓരോ വിവരത്തിന് മുകളിലും ഹെഡർ വരുന്ന ഒരു പ്രശ്നം കാണാൻ വേണ്ടി സാധിക്കും. അത് പരിഹരിക്കുന്നതിനായി കീബോർഡിൽ നിന്നും ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഫീൽഡുകൾ ഒന്നൊന്നായി സെലക്ട് ചെയ്യുക. ഇപ്പോൾ മുഴുവൻ ഫീൽഡുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനെ ഹെഡർ എന്നുള്ള ഈ മേഖലയിൽ നിന്ന് മാറ്റി പേജ് ഹെഡറിന്റെ മുകളിലേക്ക് കൊണ്ടുവെക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞ് ഈ ഫയൽ സേവ് ചെയ്യുക. ഇനി ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഈ ഡിസൈൻ വ്യൂ ക്ലോസ് ചെയ്യുക. തുറന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുമ്പോൾ ഒറ്റ ഹെഡർ മാത്രമായി അതിന് താഴെ വിവരങ്ങൾ വരുന്ന രീതിയിലും ചിത്രം ഇതിന് താഴെയും വരുന്ന രീതിയിൽ നമുക്ക് ദൃശ്യമാകുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഈ രീതിയിൽ കുറികളും റിപ്പോർട്ടുകളും നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ഏതൊക്കെയാണ്, ഉദാഹരണമായി ഇഷ്യൂ രജിസ്റ്റർ, പുസ്തക വിതരണവുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക തയ്യാറാക്കുക, അതുമായി ബന്ധപ്പെട്ട ഇത്തരം കുറികളും റിപ്പോർട്ടുകളും തയ്യാറാക്കുക, അതുപോലെ ലൈബ്രറി മെമ്പർമാരുടെ വിവരങ്ങൾ ഇതിലേക്ക് ശേഖരിച്ച് ചേർക്കുക, പട്ടിക നിർമ്മിച്ച് ഈ രീതിയിൽ കുറികളും റിപ്പോർട്ടുകളും തയ്യാറാക്കുക. ഇത്തരത്തിൽ കൂടുതൽ പരിശീലനങ്ങൾ നടത്തി ഡാറ്റാബേസിന്റെ അടിസ്ഥാന ആശയങ്ങൾ ഉറപ്പിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.